അത് വി ഡി സതീശനെതിരാവട്ടെ, കെ സി വേണുഗോപാലിനെതിരാവട്ടെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരാവട്ടെ, ഏത് ആളാണെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ വരുന്ന ആൾ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. അയാൾ ജയിക്കും. അയാൾ ഏത് മണ്ഡലത്തിലാണെങ്കിലും ജയിക്കുമെന്ന് സംശയം വേണ്ട. ഞാൻ കെ സി എന്നല്ല പറയുന്നത്, അത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് വി എസിന് അനുകൂലമായി ഇത്തരം പ്രകടനങ്ങൾ നമ്മൾ തെരുവിൽ കണ്ടിട്ടില്ലേ? ഉണ്ടല്ലോ. അതിനുശേഷം വി എസിന് അനുകൂലമായി പ്രകടനം നടത്തിയ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർ പിന്നീട് CPM ൽ ഉണ്ടാവുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. വി എസിന് അനുകൂലമായി സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായതിനു ശേഷം സംസാരിച്ച പല നേതാക്കളും ഒതുക്കപ്പെടുന്നത്, വെട്ടപ്പെടുന്നത്, വെട്ടി നിരത്തപ്പെടുന്നത് നമ്മൾ കണ്ടില്ലേ? എന്നാൽ ഇന്ന് തെരുവിലിറങ്ങി ഏതെങ്കിലും ഇപ്പൊ പരസ്യമായി ഇത്തരം വിഴുപ്പല്ലക്കളിലേക്ക് പോയാൽ നടപടി ഉണ്ടാകുമെന്ന് KPCC പറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രകടനങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞതിന്റെ പേര് ആരെയും നാക്കിറക്കാനൊന്നും ഈ പാർട്ടി പ്രതിഷേധം ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് വിശദീകരിക്കുമ്പോൾ തന്നെ ആ സൗന്ദര്യത്തിനെതിരെ നടപടി ഉണ്ടായല്ലോ വസന്ത്. ജനാധിപത്യത്തിന് അപ്പോൾ അത്രയും സൗന്ദര്യം മതിയോ? സൗന്ദര്യത്തിന് ലിമിറ്റ് ഉണ്ടോ? എവിടെയാ നടപടി ഉണ്ടായത്? എവിടെയാ നടപടി ഉണ്ടായില്ലേ? ഇടുക്കി DCC നടപടി ഉണ്ടായില്ലേ? 4 പേരെ പദവികളിൽ നിന്ന് നീക്കിയില്ലേ? അതിനെതിരെ ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നില്ലേ? ഒരിടത്തും നടപടി ഉണ്ടായത് എനിക്കറിയില്ല. നടപടി ഉണ്ടായി വസന്ത്. ആ നടപടിക്കെതിരെ ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നു. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. അതാണോ സൗന്ദര്യത്തിലപ്പോൾ ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തിനെതിരെ എങ്ങനെയാണ് നടപടി ഉണ്ടാകുന്നത്? എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഞാൻ 4 പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് ഇടുക്കി DCC. ആയിക്കോട്ടെ. ഞാൻ പറയട്ടെ, അങ്ങനെ പറയാൻ അനുവദിക്കുന്നേ. അങ്ങ് CPM ലൈൻ പിടിക്കാതെ അങ്ങ് കുറച്ച് കോൺഗ്രസ് ആവ്. ഞങ്ങളെ പോലെ ബാക്കിയുള്ളവർക്ക് ജനത്തിന്റെ ലൈനാണ്, പറഞ്ഞോളൂ. ജനാധിപത്യത്തിന്റെ ലൈനാണ് കോൺഗ്രസ്. CPM ലൈൻ ഞാൻ അങ്ങ് CPM ആണെന്ന് പറഞ്ഞില്ല. ഒരു ലൈനും ഇല്ല, ഒറ്റ ലൈനേ ഉള്ളൂ. ആ ലൈൻ ജനാധിപത്യത്തിന്റെ ലൈനാണ്. വസന്ത് പറയൂ. അപ്പൊ എനിക്ക് പറയാനുള്ള അവസരം തരണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ മാൻഡേറ്റ് ജനം നൽകിയിരിക്കുന്നു. ആ മാൻഡേറ്റ് നൽകിയിരിക്കുന്ന ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ആ മാൻഡേറ്റ് കിട്ടി ജയിച്ചു വന്നിരിക്കുന്ന MLA-മാരെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഈ കീഴ്വഴക്കം അനുസരിച്ച് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, വിജയിച്ചു വന്നിരിക്കുന്ന രാജാവിനും ആ ടീമിനും പട്ടാഭിഷേകം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, പക്ഷെ തോറ്റുപോയിരിക്കുന്ന ടീമിനെ ആര് നയിക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അവിടെ തോറ്റമ്പി നിൽക്കുന്നവരെ ആര് നയിക്കാനുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ആ ടീമിനെ നയിച്ച, ആ സൈന്യത്തെ നയിച്ച സൈന്യാധിപൻ ഈ 48ാമത്തെ മണിക്കൂറിലും കമാന്നൊരു അക്ഷരം മിണ്ടാതെ ഏതോ മച്ചിന്റെ അടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? എവിടെ പിണറായി വിജയൻ? എന്താ തോറ്റതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ വിശദീകരണം എന്താ? പ്രതിപക്ഷ നേതാവ് ആര് നയിക്കും? പിണറായി വിജയൻ നയിക്കേണ്ട എന്ന് CPI പറഞ്ഞില്ലേ? എന്താ ചർച്ചയില്ലാത്തത്? 10 വർഷം ആ മുന്നണിയെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ, അയാൾ ഇനി പ്രതിപക്ഷത്തെ നയിക്കണ്ട എന്ന് ഘടകകക്ഷി പറഞ്ഞില്ലേ? CPI പറഞ്ഞില്ലേ? അതിനേക്കാളും വലിയ വാർത്തയാണോ ഇത്? കോൺഗ്രസിനെ സംബന്ധിച്ച് ശരി വസന്ത്, ഞാൻ മടങ്ങി വരാം. ഞാനൊന്ന് ഇടപെട്ടെ. എന്തായാലും 2 കാലിലും മന്തുള്ളവർ ഒരു കാലിൽ മന്തുള്ളവരെ നോക്കി ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ രസമുണ്ട്. ശരി, പൂർത്തിയാക്കിക്കോളൂ. 10 സെക്കൻഡ്. അല്ല, കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ ഘട്ടത്തിൽ അത് പറയണ്ടേ? അങ്ങ് കുറച്ച് പരിഹാസ രൂപേണ പറഞ്ഞ ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഉണ്ടല്ലോ, അത് നല്ലതാണോ മോശമാണോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഡിബേറ്റബിൾ ആണ്. പക്ഷേ അത് സ്വാഭാവികമായും കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസിൽ അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് വെളിയിലേക്ക് വരാറുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഒരുപാട് പേർ ചർച്ച ചെയ്യട്ടെന്നേ. ഞാൻ ചോദിക്കട്ടെ, വേറെ ഏതെങ്കിലും പാർട്ടിയിൽ, BJP-യിലോ CPM-ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജയിച്ചു വന്നിരിക്കുന്ന MLA-മാർ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ തീരുമാനിക്കുന്നത്? ജയിച്ചു വന്നിരിക്കുന്ന MLA-മാരെയും അതിനോടൊപ്പം തന്നെ ആ പാർട്ടിയിലെ MP-മാരെയും അതിനോടൊപ്പം തന്നെ ജനാഭിപ്രായത്തെയും ഒരേ രീതിയിൽ പരിഗണിക്കാനുള്ള ശ്രമം നടക്കുന്നത് CPM-ൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജയിച്ചു വന്നിരിക്കുന്ന MLA-മാർക്ക് എന്തെങ്കിലും വല്ല CPM കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതിവിടെ കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ അതിന്റെ ചില ഡീമെറിറ്റ്സ് ഉണ്ട്, ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. അതുകൂടി സഹിക്കേണ്ടതായി വരും. അവിടെ 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, അങ്ങനെ MLA-മാർക്ക് കൊടുക്കുന്ന ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിനെതിരെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ സ്വാതന്ത്ര്യത്തിനെതിരെ അവർ ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുമ്പോൾ അതിനെതിരെ നടപടി ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ കാര്യം. 2, MLA-മാരെ കേൾക്കാനായി വരുന്ന ഹൈക്കമാൻഡിന്റെ നിരീക്ഷകർ ഞാൻ പറഞ്ഞ പേര് രേഖപ്പെടുത്തിയില്ല എന്ന് നിയുക്ത MLA-മാർക്ക് പിന്നീട് പുറത്തു വന്ന് പറയേണ്ട സാഹചര്യവും ഉണ്ടാകരുത്. അവിടെയാണ് പ്രശ്നം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.